എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനു സുരനാരായണൻ. നമ്മൾ തുടർച്ചയായി കുറേ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല നല്ല കമൻസൊക്കെയാണ് വരുന്നത്, നല്ല അഭിപ്രായങ്ങളാണ്. ഇന്നത്തെ ഡിഷാണ് ബീട്രൂട്ട് പച്ചടി. നമ്മുടെ സദ്യയിലാണെങ്കിലും ഓണത്തിനാണെങ്കിലും നമ്മുടെ ഇലയിൽ വിളമ്പുന്ന ഒരു മെയിൻ ഐറ്റം കൂടിയാണ് ബീട്രൂട്ട് പച്ചടി. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഫുള്ളായിരുന്നു ഈ വീഡിയോ കാണുക. ഇത്രയും ഈ തുടർച്ചയുള്ള വീഡിയോസ് എല്ലാത്തിനും നല്ലൊരു കമൻസും നല്ലൊരു സപ്പോർട്ടും തന്നതിന് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇത് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചടിയാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ ബീട്രൂട്ട് പച്ചടിക്ക് നമ്മൾക്ക് ആവശ്യമായത് ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ കട്ട് ചെയ്യാം. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ട് അരമുറി തേങ്ങയാണ്. നമുക്കിത് ചിരകിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പച്ചമുളകാണ്. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നവർക്ക് കുറച്ച് കൂട്ടാവുന്നതാണ്. തേങ്ങ അരച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ, ഒരു നുള്ള് കടുക് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഒരു നുള്ള് ജീരകവും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 3 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഒരു പാൻ എടുത്ത് നമുക്ക് പാനിലേക്ക് മുറിച്ച് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരവ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി നന്നായിട്ട് ഉടച്ച തൈര് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ട് നമുക്കിതിനെ ഇറക്കി വയ്ക്കാം. ഇനി ഇതിന് കടുക് വറുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുപ്പിലൊരു പാന് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് നമുക്കിതിലേക്ക് ഇടാം. ഒരു 2 കൊത്ത് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി തയ്യാറായി. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി എല്ലാം അടിപൊളിയായി റെഡി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിരുന്നു കാണുന്ന അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംഭവം എന്തായാലും കിടിലൻ ഒരു ഡിഷ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ നാളെ വരുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ ആം ഷിനു സുരനാരായണൻ സൈനിങ് ഓഫ്. ബൈ.